ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? സുഷമാ സിംഗ്, ദീപക് സന്ധു, ലളിത സേത്, അരുണ റോയ്. ശരിയുത്തരം ദീപക് സന്ധു. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഏതാണ്? ഫ്രാൻസ്, സ്വീഡൻ, നെതർലൻഡ്, സ്വിറ്റ്സർലൻഡ്. ശരിയുത്തരം സ്വീഡൻ. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? 8ാം വകുപ്പ് വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവ വിശദമാക്കുന്നു. 5ാം വകുപ്പ് വിവരാവകാശ അപേക്ഷ നൽകുന്നതിനെക്കുറിച്ച് പറയുന്നു. 9ാം വകുപ്പ് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അപേക്ഷ നിരസിക്കുന്നതിനെ വിശദമാക്കുന്നു. 3ാം കക്ഷിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ 5 ദിവസത്തിനുള്ളിൽ അറിയിപ്പ് നൽകണം. ശരിയുത്തരം 5ാം വകുപ്പ് വിവരാവകാശ അപേക്ഷ നൽകുന്നതിനെക്കുറിച്ച് പറയുന്നു എന്നത് തെറ്റാണ്. വിവരാവകാശ നിയമത്തിന്റെ അപ്പീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമാക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 17, സെക്ഷൻ 18, സെക്ഷൻ 19, സെക്ഷൻ 20. ശരിയുത്തരം സെക്ഷൻ 19. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെട്ടത് എന്ന്? 1993 സെപ്റ്റംബർ 28, 1993 ഒക്ടോബർ 12, 1993 ജൂൺ 8, 1993 ഡിസംബർ 10. ശരിയുത്തരം 1993 ഒക്ടോബർ 12. താഴെ പറയുന്നതിൽ ഏത് നിയമം റദ്ദാക്കിയാണ് 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്? ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് 1923, ഇൻഫർമേഷൻ ഫ്രീഡം ആക്ട് 2002, ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002, ഫ്രീഡം ഫോർ ഇൻഫർമേഷൻ ആക്ട് 2002. ശരിയുത്തരം ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. താഴെ തന്നിരിക്കുന്നതിൽ ശരിയത്? 1. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. 2. ഈ നിയമം പാസ്സാകുമ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു രാഷ്ട്രപതി. 3. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യതേജസ് എന്ന് ഈ നിയമം അറിയപ്പെടുന്നു. ശരിയുത്തരം 1, 2, 3 ഇവ ശരി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് ആരാണ്? ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ശരിയുത്തരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ചീഫ് ജസ്റ്റിസ്, കേന്ദ്ര ഗവൺമെന്റ്, രാഷ്ട്രപതി, പ്രധാനമന്ത്രി. ശരിയുത്തരം രാഷ്ട്രപതി. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ സംബന്ധിച്ച് കാര്യങ്ങൾ വിശദമാക്കുന്ന വിവരാവകാശ നിയമത്തിലെ അധ്യായം ഏതാണ്? അധ്യായം 3, അധ്യായം 4, അധ്യായം 2, അധ്യായം 1. ശരിയുത്തരം അധ്യായം 3. വിവരാവകാശ നിയമത്തെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ശരിയുത്തരം 1, 2, 3 ശരി. നിലവിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റ് വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ കാലാവധി നിശ്ചയിക്കാനുള്ള അധികാരം ആർക്കാണ്? സുപ്രീം കോടതി, രാഷ്ട്രപതി, കേന്ദ്ര ഗവൺമെന്റ് ചീഫ് ജസ്റ്റിസ്. ശരിയുത്തരം കേന്ദ്ര ഗവൺമെന്റ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായ ആദ്യ മലയാളി ആരാണ്? KG ബാലകൃഷ്ണൻ, ജസ്റ്റിസ് രവികുമാർ, ജസ്റ്റിസ് ഫാത്തിമ ബീവി, ജസ്റ്റിസ് KT തോമസ്.
ശരിയുത്തരം KG ബാലകൃഷ്ണൻ. വിവരാവകാശ നിയമം പാസാക്കിയതെന്ന് 2005 ജൂൺ 15, 2005 മെയ് 15, 2005 ജൂലൈ 15, 2005 ഓഗസ്റ്റ് 15. ശരിയുത്തരം 2005 ജൂൺ 15. മനുഷ്യാവകാശം എന്നത് നിർവചിച്ചിരിക്കുന്ന 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 2B, സെക്ഷൻ 2BA, സെക്ഷൻ 2D, സെക്ഷൻ 2E. ശരിയുത്തരം സെക്ഷൻ 2D. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ച വിവരങ്ങൾ നൽകാനുള്ള സമയപരിധി RTI നിയമപ്രകാരം എത്രയാണ്? 24 മണിക്കൂർ, 48 മണിക്കൂർ, 2 ദിവസം, 3 ദിവസം. ശരിയുത്തരം 48 മണിക്കൂർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഒരു റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനു മാത്രമാണ് ഈ സ്ഥാനത്ത് ഇരിക്കാൻ കഴിയുക. മറ്റ് പ്രതിഫലം പറ്റുന്ന ജോലികൾ ചെയ്താൽ യോഗ്യതയില്ല. 70 വയസ്സുവരെയാണ് പ്രവർത്തന കാലാവധി. റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിക്കും ഈ സ്ഥാനത്തിന് അർഹതയുണ്ട്. ശരിയുത്തരം ഒരു റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനു മാത്രമാണ് ഈ സ്ഥാനത്ത് ഇരിക്കാൻ കഴിയുക എന്നത് തെറ്റാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദമാക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 12, സെക്ഷൻ 14, സെക്ഷൻ 15, സെക്ഷൻ 18. ശരിയുത്തരം സെക്ഷൻ 12. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ശരിയുത്തരം 1, 2, 3 എന്നിവ ശരി. മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന് 1993 സെപ്റ്റംബർ 28, 1994 ജനുവരി 8, 1994 സെപ്റ്റംബർ 28, 1993 ജനുവരി 8. ശരിയുത്തരം 1993 സെപ്റ്റംബർ 28. നിലവിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജീവ് മാത്തൂർ, സുഷമ സിംഗ്, ഹീരലാൽ സമരിയ, രാധാകൃഷ്ണ മാത്തൂർ. ശരിയുത്തരം ഹീരലാൽ സമരിയ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? സൗത്ത് ബ്ലോക്ക്, നിർമ്മാൺ ഭവൻ, മനുഷ്യാവകാശ ഭവൻ, പ്രവർത്തൻ ഭവൻ. ശരിയുത്തരം മനുഷ്യാവകാശ ഭവൻ. പൊതു അധികാരി എന്നതിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതെല്ലാം? ഭരണഘടന പ്രകാരം സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങൾ, പാർലമെന്റ് നിയമനിർമ്മാണത്തിലൂടെ സ്ഥാപിച്ച സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ധനസഹായം സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, ഇവയെല്ലാം. ശരിയുത്തരം ABC എന്നിവയെല്ലാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ സ്ഥിരം അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 5, 6, 7, 10. ശരിയുത്തരം 6. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതനുച്ഛേദ പ്രകാരമാണ് വിവരാവകാശം മൗലികാവകാശമാകുന്നത്? ആർട്ടിക്കിൾ 19(1)(a), ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 19(1)(c). ശരിയുത്തരം ആർട്ടിക്കിൾ 19(1)(a). സംസ്ഥാന വിവരാവകാശ കമ്മീഷനെക്കുറിച്ച് വിശദമാക്കുന്ന വിവരാവകാശ നിയമത്തിലെ അധ്യായം ഏതാണ്? അധ്യായം 5, അധ്യായം 4, അധ്യായം 3, അധ്യായം 2.
ശരിയുത്തരം അധ്യായം 4. താഴെ തന്നിരിക്കുന്നതിൽ വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടവ ഏവ? 1. അഴിമതി നിയന്ത്രിക്കുക. 2. പൊതു അധികാര സ്ഥാപനങ്ങളുടെ സുതാര്യത. 3. പൊതു ഉദ്യോഗസ്ഥരിൽ ഉത്തരവാദിത്വബോധം വളർത്തുക. ശരിയുത്തരം 1, 2, 3 എന്നിവ. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ എത്ര ദിവസത്തിനുള്ളിലാണ് അപ്പീൽ നൽകേണ്ടത്? 15 ദിവസം, 30 ദിവസം, 45 ദിവസം, 60 ദിവസം. ശരിയുത്തരം 30 ദിവസം. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? സെക്ഷൻ 7, സെക്ഷൻ 3, സെക്ഷൻ 4, സെക്ഷൻ 8. ശരിയുത്തരം സെക്ഷൻ 3. വിവരാവകാശ നിയമത്തിന്റെ 19(1), 19(2) എന്നീ വകുപ്പുകൾ പ്രകാരം ലഭിക്കുന്ന അപ്പീലുകൾ തീർപ്പാക്കാൻ പരമാവധി എത്ര ദിവസമെടുക്കാം? 45 ദിവസം, 30 ദിവസം, 90 ദിവസം, 60 ദിവസം. വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി സംബന്ധിച്ചതുമായി ബന്ധപ്പെട്ട ഭേദഗതി വന്ന വർഷം ഏതാണ്? 2016, 2019, 2001, 2023. ശരിയുത്തരം 2019. വിവരാവകാശം എന്നത് നിർവചിച്ചിട്ടുള്ള വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 2F, സെക്ഷൻ 2D, സെക്ഷൻ 2J, സെക്ഷൻ 2K. ശരിയുത്തരം സെക്ഷൻ 2J. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഓഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 5, 7, 9, 3. ശരിയുത്തരം 7. മൂന്നാം കക്ഷി നിയമവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? സെക്ഷൻ 8, സെക്ഷൻ 9, സെക്ഷൻ 10, സെക്ഷൻ 11. ശരിയുത്തരം സെക്ഷൻ 11. തമിഴ്നാട് വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏതാണ്? 1995, 1998, 1997, 1992. ശരിയുത്തരം 1997. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഏത് സബ്ജക്റ്റാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് താഴെ കമന്റ് ചെയ്യുക. നന്ദി.